ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായി അർജുനെ കാണാതായതും പിന്നീട് മരണപ്പെട്ടതുമൊക്കെ എല്ലാവർക്കും കേരളത്തിനൊന്നാകെ അറിയുന്ന കാര്യമാണ്. ഏറെ നാളത്തെ ദൗത്യമായിരുന്നു ശിരൂരിൽ നടന്നത്. അതിൽ നിർണായക പങ്കുവഹിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. നാളെ ആ ദൗത്യമൊക്കെ കഴിഞ്ഞ് ഒരു വർഷം നാളത്തേക്ക് പൂർത്തിയാവുകയാണ്. ഇപ്പോൾ മഞ്ചേശ്വരം MLA ആയിട്ടുള്ള AK മഷ്റഫ് അർജുൻ്റെ വീട്ടിലെത്തി അർജുൻ്റെ വീട്ടിലെ കുടുംബാംഗങ്ങളെയൊക്കെ സന്ദർശിക്കുകയും ചെയ്തു. ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. അർജുൻ ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ അർജുനെ നമുക്ക് ദീർഘ നാളുകളുടെ തെരച്ചിലിന് ശേഷം കണ്ടെത്താൻ കഴിഞ്ഞുവെങ്കിലും കേരളത്തിലെ ഓരോ മലയാളിയും ഓർക്കുന്ന ഒരു മുഖമാണ്. എൻ്റെ പൊതുജീവിതത്തിൽ അർജുൻ്റെ തെരച്ചിലിന് ശേഷം കേരളീയർ പോലും ഏറ്റവും കൂടുതൽ സംസാരിക്കുമ്പോൾ അന്വേഷിക്കാറുള്ളത് ശിരൂരിനെ കുറിച്ചാണ്, അർജുനെ കുറിച്ചാണ്. കേരളത്തിലെ മീഡിയകൾ, അവിടുത്തെ MLA സതീശൻ ഷൈൽ, നിങ്ങളുടെ MP രാഘവേട്ടന് ഒരു വലിയ ടീം വർക്കിൻ്റെ വിജയമാണ് നമുക്കുണ്ടായത്. നമുക്ക് ഏതായാലും ഒരു ഘട്ടത്തിൽ നമ്മൾ അർജുൻ ഒരിക്കലും ആ കുടുംബത്തിന് തിരിച്ച് കിട്ടില്ല എന്ന് ഉപേക്ഷിച്ച് വന്ന സന്ദർഭങ്ങൾ പോലും മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിലുണ്ട്. അർജുന് ജീവനോടെ ലഭിച്ചില്ലെങ്കിലും ആ ഒരു സംതൃപ്തി മനസ്സിലുണ്ട്. ഞാൻ സത്യത്തിന് അന്ന് പാണക്കാട് ചെയ്ത് സാധിക്കൽ ശിയാബ്ദങ്ങളൊന്ന് പൊയ്ക്കൂടെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തപ്പെട്ടത്. പിന്നീട് അവസാനം അർജുൻ്റെ അമ്മ ഇടയ്ക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ മകനില്ലാതെ തിരിച്ചു വരരുത് എന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സ് വേദനിച്ച് എന്തായാലും അർജുനായിട്ട് തിരിച്ചു വരുമെന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുത്തു. അത് പാലിക്കാൻ കഴിഞ്ഞു. അവരുമായിട്ട് എല്ലാ ദിവസവും സാധാരണ ബന്ധപ്പെടാൻ സംസാരിക്കാറുമുണ്ട്. അതിനിടയിലാണ് അർജുൻ്റെ ഒരു ഓർമ്മയ്ക്കായി ഒരു പുസ്തകം എന്തായാലും മലയാളികൾക്ക് സമർപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അതിൻ്റെ രചനയ്ക്ക് തുടക്കം കുറിച്ചത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർജുൻ്റെ കുടുംബത്തെ കാണണമെന്ന് ഒരുപാട് നാളുകളായി ആഗ്രഹിക്കുന്നുണ്ട്. അർജുൻ്റെ ഒരുപാട് ഓർമ്മകളും ആ തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അമ്മയോടും കുടുംബത്തോടും സംസാരിച്ചു. എപ്പോൾ കണ്ടാലും അവർ പറയുന്നൊരു കാര്യം, നന്ദി മാത്രമേ അവർക്ക് പറയാനുള്ളൂ. ആ പുസ്തകത്തെക്കുറിച്ച് അവരോട് സംസാരിച്ചു. അതിൽ ആ പുസ്തകം ഇറക്കാൻ അവരുടെയൊക്കെ ഒരു അനുമതി കൂടെ വേണമല്ലോ. അവരെന്താ പറഞ്ഞത് ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ? അർജുൻ്റെ അമ്മ നല്ലൊരു എഴുത്തുകാരിയാണ്, നല്ല വായനക്കാരിയാണ്. അവർ അർജുന് മിസ്സായ ഓരോ നാളുകളിലും ചെറിയ ചെറിയ കുറിപ്പുകൾ അവർ വെച്ചത് ഫുൾ സപ്പോർട്ടാണ്. അത് മാത്രമല്ല, ആ സമയത്ത് നിങ്ങൾക്കൊക്കെ അറിയാം, കുറേ ആ കുടുംബം പിന്നെ ഒരു തെറ്റും ചെയ്യാതെ കുറേ കുറ്റങ്ങളും വല്ല പ്രയാസങ്ങളും അനുഭവിച്ചൊരു കുടുംബമാണ്. അതുകൂടി ഞങ്ങൾക്ക് ഈ പുസ്തകം വരുമ്പോൾ മലയാളികളോട് അതിൻ്റെ യാഥാർത്ഥ്യം കൂടി ബോധിപ്പിക്കണമെന്നുള്ള ഒരു സതുദ്ദേശം കൂടി പുസ്തക രചനക്കിടയിൽ ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതിൻ്റെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? പുസ്തകത്തിൻ്റെ ഒരു 75% വർക്ക് ഫിനിഷായി. അർജുൻ്റെ കുട്ടിക്കാലം, അർജുൻ്റെ ഫ്രണ്ട്സ്, അർജുൻ വളർന്ന ഗ്രാമം, ഈ കേരളത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നന്മ, കേരളത്തിൻ്റെ കൃത്യമായ ഒരു മെസ്സേജ് നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പുസ്തക രചനക്കും പ്രേരിപ്പിച്ചത്. ഡോക്ടർ MK മുനി സാഹിബിൻ്റെ വലിവാണ് അത് പ്രസിദ്ധീകരണം ഏറ്റെടുത്തിട്ടുള്ളത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെളിപ്പെടുത്താത്ത പല കാര്യങ്ങളും എഴുതി അത് കേരളത്തിൽ സമർപ്പിക്കും. അർജുന് വേണ്ടി ശിരൂരിൽ നടത്തിയ ദൗത്യം അതൊരു പുസ്തകമാവുന്നു. അതിൻ്റെ 75% പണികളൊക്കെ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് ഈ ഒന്നാം വർഷത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം AK മഷ്റഫ് തന്നെ പറയുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് ഓർമ്മകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് പുസ്തകത്തിൽ ആശയമായി വരുന്ന കാര്യവും. അതടക്കം ഇപ്പോൾ കുടുംബത്തോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.